ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്നൊരു കടല മസാല ഉണ്ടാക്കി നോക്കാം. കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയൊരു അടിപൊളി കടല മസാലയാണ്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായി 8 മണിക്കൂർ കുതിർത്താൻ വെച്ച കടല കുക്കറിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പുമിട്ട് ഇത് വേവിക്കാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ 4 വിസിൽ കേട്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കടുത്തിനി ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് നോക്കാം എന്തൊക്കെയാണെന്ന്. 2 സവോള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, തേങ്ങാക്കൊത്ത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില. ഒരു ചീനച്ചട്ടി വെച്ച് ചീനച്ചട്ടി ചൂടായതിനു ശേഷം ആവശ്യത്തിന് ഓയില്, കുറച്ച് കടുക്, കറിവേപ്പില എന്നിവ ഇട്ടതിന് ശേഷം നമുക്ക് ആദ്യം തേങ്ങാക്കൊത്താണ് ഇടേണ്ടത്. തേങ്ങാക്കൊത്ത് നല്ലവണ്ണം വഴറ്റി ഒരു ബ്രൗൺ കളർ ആകുന്നവരെ നമ്മൾ വഴറ്റിയെടുക്കേണ്ടതാണ്. തേങ്ങാക്കൊത്ത് ഈ പരുവായതിനു ശേഷം ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അരിഞ്ഞു വെച്ചിരുന്ന സവോള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് എന്നിവ ചേർത്ത് നല്ലവണ്ണം വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നല്ലവണ്ണം വീണ്ടും വഴറ്റിയെടുക്കുക. ഇത് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. 2 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നല്ലവണ്ണം വഴറ്റുക. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നല്ലവണ്ണം വഴറ്റിയതിന് ശേഷം 1/2 ഗ്ലാസ് ചെറു ചൂടുവെള്ളം ഒഴിക്കാം. ചൂടുവെള്ളം ഒഴിച്ച് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ കുക്കറിലേക്ക് വേവിച്ച് വെച്ച കടല അതിൻ്റെ വെള്ളത്തോടു കൂടെ തന്നെ നമുക്ക് ഇടേണ്ടതാണ്. ഞാനിതിൻ്റെ മസാല ഇട്ടു, പക്ഷെ അത് വേവിയെടുക്കാൻ പറ്റില്ല. മസാല ഇട്ട് നല്ലോണം വഴറ്റി ഈ കുഴമ്പ് രൂപത്തിലാകുന്നവരെ മിക്സ് ചെയ്തെടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ കടല മസാല. കഞ്ഞിയുടെ ഉടനെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളിത് മസ്റ്റായിട്ടിത് ട്രൈ ചെയ്ത് നോക്കുക.